അനുസരിക്കുകയും ചെയ്താണ് സമസ്ത ജമിയത്തുൽ ഉലമ വളർന്നു വന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങളുടെ തണലിലും നിങ്ങളുടെ തന്നെ സഹായത്തിലും നിങ്ങൾ അണിചേർന്നുമാണ് സമസ്ത വലുതായത്. മഹല്ലുകളാണ് അതിന്റെ സുപ്രധാനമായ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. നാളിതുവരെ നമ്മളൊക്കെ പിന്തുടർന്ന അതേ നയങ്ങളിലും തുടർന്ന് നമ്മളെല്ലാം അതിനോടൊപ്പം ചേർന്നും സഹകരിച്ചും തന്നെയാണ് ഉണ്ടാകേണ്ടത്. ഇടക്കായി വരുന്ന ചില ആളുകളുടെ ആക്രോശങ്ങൾ അല്ലെങ്കിൽ ചില പരാമർശങ്ങൾ, വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലൊക്കെ മുറിവേൽപ്പിക്കുന്നുവെങ്കിൽ ആ മുറിവ് ഉണക്കാൻ പാകത്തിൽ കരുത്തിൽ അതിശക്തമായി നമ്മൾ സമസ്തയോടൊപ്പം ചേർന്ന് നിൽക്കുകയും സമസ്ത നമ്മുടേതാണ് എന്ന് തെളിയിക്കുകയും ചെയ്യേണ്ട, വ്യക്തമാക്കുകയും ചെയ്യേണ്ട കാലമാണിത്. നയിക്കുന്നവർ ഒരുപക്ഷെ അതത് കാലങ്ങളിൽ താങ്കളുടെ ഇംഗിതങ്ങളും താല്പര്യങ്ങളും ഒക്കെ നടപ്പിലാക്കാൻ സംഘടനയുടെ പാരമ്പര്യവും പൈതൃകവും മറന്നുകൊണ്ട് ഒരുപക്ഷെ ശ്രമിച്ചേക്കും. കഴിഞ്ഞ കാലത്തിന്റെ പാരമ്പര്യവും നയങ്ങളും രീതിശാസ്ത്രങ്ങളും എന്നറിയാത്തവർ ഒരുപക്ഷെ അവരുടെ വ്യഗ്രതയും ചിലപ്പോൾ അവരുടെ തന്നെ കുൽസിത ശ്രമങ്ങളും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വിള്ളലുണ്ടാക്കാനും വികൃതമാക്കാനും ശ്രമിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞകാല പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും വഴിയിൽ ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൽ അടിയുറച്ചു നിന്ന് മഹാന്മാരായ സാദാത്യങ്ങൾക്കും ആലിമീങ്ങൾക്കും കരുത്തു പകരുക എന്നതാണ്. ഇത് വികൃതമാക്കാൻ അനുവദിക്കില്ലെന്നും കഴിഞ്ഞകാല പാരമ്പര്യങ്ങളിൽ തന്നെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോവുക എന്നും ഉറച്ചു പറയേണ്ട സന്ദർഭവും സമയവും ഇതാണ്. ആ സന്ദർഭത്തെയും സമയത്തെയും അതിശക്തമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഈ നവോത്ഥാന സംഗമത്തിന്റെ ലക്ഷ്യം. ഒരു കാര്യം ഉറപ്പാണ്, മഹാന്മാരായ പ്രവാചകന്മാർ അതുപോലെ തന്നെ വിശുദ്ധ വേദഗ്രന്ഥങ്ങൾ നമ്മുടെ ഏറ്റവും പ്രാമാണികമായ തലങ്ങൾ അതാണ്. നവോത്ഥാനത്തിന് പിന്നെ ഒരു പുതിയ പ്രക്രിയ ആവശ്യമായി വന്നില്ല. സംഘടനകൾ, സമൂഹങ്ങളൊക്കെ ദീനുൽ ഇസ്ലാമിന്റെ പരിപോഷണത്തിന് വേണ്ടി